തിരുവനന്തപുരം പള്ളിച്ചിൽ പഞ്ചായത്തിന് പിന്നാലെ കോട്ടയം മണർക്കാട് പഞ്ചായത്തും വിവരാവകാശ പ്രവർത്തകർക്കെതിരെ രംഗത്ത്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകുന്ന ചിലർ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്നുവെന്നാണ് പഞ്ചായത്തിന്റെ കണ്ടെത്തൽ. ഇത്തരത്തിൽ വിവരാവകാശ രേഖകൾ നൽകുന്നതിനാൽ പദ്ധതികൾ ഏറ്റെടുക്കാൻ ഉദ്യോഗസ്ഥർ മടിക്കുന്നതായും പഞ്ചായത്ത് പറയുന്നു. ഇത് വടക്കൻ മണ്ണൂർ ബെന്നി മാണി. മണർക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കോര ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് നിർമ്മിച്ച കെട്ടിടം അനധികൃതമാണോ എന്നറിയാൻ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ വെച്ചു. അതിന് നേരിടേണ്ടി വന്ന അനുഭവം ബെന്നി പറയുന്നു. ഞാനൊരു ചെറിയ കട നടത്തുന്നുണ്ട്. ആ കടയുടെ ലൈസൻസ് കറക്റ്റായ ലൈസൻസിലാണ് പോകുന്നത്. ഈ ലൈസൻസ് വെരിഫൈ ചെയ്യണമെന്നും പറഞ്ഞ് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം ഉണ്ടാകുക ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലല്ല. ആ കൂട്ടത്തിൽ തന്നെ വിവരാവകാശ നിയമം ഇവർക്ക് ഇഷ്ടമില്ലാത്ത എന്ത് വിവരാവകാശം ചോദിച്ചാൽ അത് കൊടുക്കണ്ടെന്നുള്ള തീരുമാനം എടുത്തിരിക്കുക. മണർക്കാട് പഞ്ചായത്ത് അതിർത്തിയിൽ താമസിക്കുന്ന ചിലർ വ്യക്തിവൈരാഗ്യവും രാഷ്ട്രീയ ലക്ഷ്യവും വെച്ച് വിവരാവകാശ നിയമം ദുർവ്യാഖ്യാനം ചെയ്യുന്നതായി പഞ്ചായത്തിന്റെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതുമൂലം ജനകീയാസൂത്രണ പദ്ധതികൾ ഏറ്റെടുക്കാൻ ഉദ്യോഗസ്ഥർ എത്തുന്നില്ല. ഇതിനായി മാത്രം ജീവനക്കാർക്കും ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഇത് മേലുദ്യോഗസ്ഥരെ ശ്രദ്ധയിൽപ്പെടുത്താൻ തീരുമാനിച്ചതായും മിനിറ്റ്സിൽ പറയുന്നുണ്ട്. താൻ ഉൾപ്പെടെയുള്ള 3-4 പേർ പഞ്ചായത്തിലെ അഴിമതി പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചതാണ് പഞ്ചായത്ത് അധികൃതരെ ചൊടിപ്പിച്ചതെന്ന് ബെന്നി പറയുന്നു. അതേസമയം ആരോപണങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറായില്ല. റിപ്പോർട്ടർ, കോട്ടയം.